ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഏപ്രിൽ 4 നമ്മളെടുത്ത ഒരു ട്രേഡിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അന്നത്തെ ദിവസം നിഫ്റ്റിയുടെ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു, നിഫ്റ്റിയുടെ ഓപ്ഷൻ എക്സ്പയറി ആകുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ജാക്ക്പോട്ട് ട്രേഡ് കിട്ടാൻ സാധ്യതയുള്ള ദിവസം എന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടായി. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് മുകളിലേക്ക് പോയി. ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് ഡൗണിലേക്ക് വരുന്നത്, ഓൾ ടൈം ഹൈയിൽ ടച്ച് ചെയ്ത് ഡൗണിലേക്ക് വരുന്നുണ്ടായി. നമ്മൾ അപ്പോൾ എടുത്തിരുന്ന ട്രേഡും ഒരു ഡൗൺ ട്രേഡ് തന്നെയാണ്. പക്ഷേ നമ്മൾ ആദ്യത്തെ ട്രേഡിൽ നമുക്ക് ലോസ് വന്നു. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് പകരം നമുക്കതിന് മിസ്റ്റേക്കിൽ വന്ന് നമ്മൾ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. അപ്പോൾ ഏകദേശം നമുക്കൊരു 82 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഈ വലിയ ഒരു ക്യാൻഡിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചു. 55 രൂപ പ്രീമിയമുള്ള 2 ലോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 ലോട്ട് 100 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5600 രൂപയ്ക്കടുത്താണ് നമുക്ക് എന്ത് ചിലവായിട്ടുള്ളത്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് പ്രോഫിറ്റായിട്ട് കിട്ടിയിരിക്കുന്ന ഏകദേശം ഒരു 8200 രൂപയ്ക്കടുത്ത് നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായി. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകൾ നമ്മൾക്ക് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. 2 ലോട്ടാണ് നമ്മൾ ബൈ ചെയ്തത്. വെറും 5600 രൂപ മുടക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് അതിനകത്ത് ഉണ്ടാക്കി. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് അതിൻ്റെ അകത്ത് ടെക്നിക്കലി നമുക്ക് അതിൻ്റെ അകത്ത് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ട്രേഡുകളൊക്കെ എടുക്കാൻ സാധിക്കും. എല്ലാ ദിവസവും അതുപോലെ ട്രേഡുകൾ കിട്ടണമെന്നില്ല. അതിനുശേഷം നമുക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ളൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ ശരി ചെറിയൊരു ട്രയാങ്കിൾ പാറ്റേണൊക്കെ ഇവിടെ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന് ശേഷം മാർക്കറ്റ് ഡൗണിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ഒരു ബിഗ് ക്യാൻഡിൽ വന്നത്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ അതുപോലൊരു സെറ്റപ്പ് വന്നിട്ടുണ്ടായി. പക്ഷേ കൃത്യമായിട്ടും അതുപോലെ ഒരു ബിഗ് ക്യാൻഡിൽ വരികയുണ്ടായില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് നോക്കേണ്ടത് തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വിവിധ ദിവസങ്ങളിൽ വിവിധ തലങ്ങളിലായിരിക്കും. നമ്മളപ്പോൾ ആ സമയത്ത് നമ്മുടെ എങ്ങനെയായിരിക്കും നമ്മൾ അതിനോട് യോജിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുക. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമുക്ക് ശരിയായാൽ മാത്രമാണ് ഇതുപോലുള്ള വലിയ വലിയ പ്രോഫിറ്റുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പല ദിവസങ്ങളിലും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഗെയിം എന്ന രീതിയിൽ ഇതിൽ നമുക്ക് പ്രോഫിറ്റ് വരാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വലിയ ക്യാപിറ്റൽ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചെറിയ ക്യാപിറ്റൽ ഇട്ടുകൊണ്ട് ഇതുപോലുള്ള വലിയ പ്രോഫിറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ട്രെൻഡ് മനസ്സിലാക്കണം, അതുപോലെ തന്നെ നമുക്ക് മണി മാനേജ്മെൻറ്റ് സിസ്റ്റം മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരു പാർട്ടായിട്ട് ഇതിൻ്റെ പാർട്ട് നിലയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള പ്രോഫിറ്റുകൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.